നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് CPI ചാരുമൂട്ടിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. പി കൃഷ്ണപിള്ള ആരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നന്നായി അറിയണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ചാരുമൂട്ടിൽ CPIയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബഹുജന കൂട്ടായ്മ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. നാം സ്കൂളിനെതിരാണ്, ഒരിക്കലും നമ്മൾ എതിരല്ല. സെൻട്രൽ സ്കൂളിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരല്ല. ഇടതുപക്ഷം ഒരിക്കലും പറയില്ല സ്കൂൾ വേണ്ടാകുന്നു. ആ സ്കൂൾ പക്ഷേ കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ ഈ സ്ഥലവും പദ്ധതിയും സമുച്ചയവും എല്ലാം ഇല്ലാതാക്കി വേണമെന്ന് പറഞ്ഞാൽ നാം പറയും സാധ്യമേ അല്ല. അത് വേണം, പക്ഷെ ഇത് ഇല്ലാതാക്കിയിട്ട് അവിടെല്ലാം ഉണ്ടാകേണ്ടത്. ഇതുണ്ടാക്കിക്കൊണ്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് ഗവൺമെന്റ്. അതിന് പകരം സതീശന്റെ ഗവൺമെന്റ് പറയുന്നു അത് പറ്റില്ല, സ്കൂള് വേണം, പക്ഷേ ഇത് വേണ്ട. അപ്പോൾ ഇവിടെ രണ്ട് പക്ഷിയാണ്, കൃഷ്ണപിള്ളയും വേണ്ട, സംസ്കാരവും വേണ്ട, കലയും വേണ്ട, സാഹിത്യവും വേണ്ട, ഒന്നും വേണ്ട. കൃഷ്ണപിള്ളയ്ക്ക് സ്മാരകം വേണമെന്ന് പറയാൻ പോയ MP ഉണ്ട് ഇവിടെ. ആ MPക്കും അതേപോലെ അറിയില്ല. അവരെല്ലാം അറിയണം. ആ മുഖ്യമന്ത്രി അറിയണം, ആരോഗ്യമന്ത്രി അറിയണം, ആ MP അറിയണം. പി കൃഷ്ണപിള്ള ഒരു പാർട്ടിക്കാരൻ മാത്രമല്ല. ഇവിടെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു പണ്ട്. അത് മാത്രമല്ല, അദ്ദേഹമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നെഹ്റു പിന്നെ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പറ്റി ആദ്യമായി പഠിപ്പിക്കുന്നതാവുന്ന കാര്യവും അവർ മറന്നു പോകുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേര് പിടിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മുൻകൈയിൽ CSP എന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വേരുണ്ടാക്കിയത്. അതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് ചരിത്രമുണ്ട്, മന്ത്രിമാർക്കറിയില്ലായിരിക്കാമെന്ന്. പി കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പി കൃഷ്ണപിള്ള ആരാണെന്ന് അറിയണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കോൺഗ്രസ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്ന ആൾ ആണെന്നും അവർ മറന്നുപോയി. കൃഷ്ണപിള്ള സ്മാരകം വേണ്ടെന്ന് പറയുന്നവർ കലയും സാഹിത്യവും നാടകവും തോപ്പിൽഭാസിയും വേണ്ട എന്നാണ് പറയുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു പി കൃഷ്ണപിള്ള. സംസ്കാരത്തിന്റെ കലയുടെ പഠനകേന്ദ്രം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഇത് നെഹ്റുവിയൻ ചിന്തയുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല. മനുഷ്യന്റെ മോചനത്തിന്റെ കൊടി ഉയർത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കൃഷ്ണപിള്ള ഏൽപ്പിച്ച കൊടി ഉയർത്തി പറയുന്നു, കൃഷ്ണപിള്ള സ്മാരകം വന്നേ തീരൂ. വിദ്യാർത്ഥികളുടെ ഭാവി പന്താടാൻ ആർക്കും അവകാശമില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നീറ്റ് പരീക്ഷ നീറ്റല്ലെന്നും പണക്കാരന് വേണ്ടി തോന്നിവാസം കാണിക്കാനുള്ള വേദിയായി പരീക്ഷകൾ മാറിയെന്നും ഡൽഹിയിൽ നടക്കുന്ന സമരം നീതിക്ക് വേണ്ടിയുള്ളതാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI മാവേലിക്കര മണ്ഡലം സെക്രട്ടറി MD ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ചാരുമൂട് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. CPI ദേശീയ കൗൺസിൽ അംഗം P പ്രസാദ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TJ ആഞ്ചലോ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S സോളമൻ, AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ N ശ്രീകുമാർ, KG സന്തോഷ്, CPI നേതാവ് N രവീന്ദ്രൻ, എഴുത്തുകാരൻ ഉണ്മ മോഹൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.